ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. വാത്സല്യ സഹോദരങ്ങളെ, നമുക്ക് പിന്നെയും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഒരു അവസരം കൂടെ നൽകിയ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. അതിന് നമുക്ക് നന്ദി പറയാം. ചിലപ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകും, എന്തിനാണ് വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഞാൻ അങ്ങനെ നിരന്തരം പറയുന്നത്? പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം കൊണ്ട് ലോകത്തിൽ എന്തൊക്കെ സംഭവിക്കും, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കും എന്നൊന്നും നമുക്കാർക്കും അറിയത്തില്ല. ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തത് ഭൂതകാലത്തിലായിരുന്നു. ഇന്ന് ഞാൻ ഒരു പുതിയ ദിവസത്തിലാണ് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ഈ 24 മണിക്കൂറിനുള്ളിൽ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കാമായിരുന്നു, എത്ര അനർത്ഥങ്ങൾ ഉണ്ടാകാമായിരുന്നു. ചിലപ്പോൾ മരണം വഴിയായി ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകാമായിരുന്നു. എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ചിലരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള അനർത്ഥങ്ങളിൽ അകപ്പെട്ട് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകാമായിരുന്നു. ശരിയല്ലേ? അപ്പോൾ നാം ദൈവ സന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോൾ എപ്പോഴും ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നന്ദി പറയണം. ദൈവം നടത്തുന്ന വിധങ്ങളെക്കുറിച്ച് നന്ദി പറയണം. 116 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു. അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ, യഹോവ എനിക്കു ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്തു പകരം കൊടുക്കും. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്തു പകരം കൊടുക്കും. എത്ര അർത്ഥവത്തായ ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ. ചിലപ്പോൾ ചിലെങ്കിലും ചിന്തിക്കും, എനിക്ക് ഇന്നലെ ഉണ്ടായിരുന്ന അവസ്ഥയേക്കാൾ ഇന്ന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 24 മണിക്കൂറിൽ നമ്മളെക്കാൾ എത്രയോ ആരോഗ്യമുള്ളവർ, എത്രയോ സമ്പത്തുള്ളവർ, എത്രയോ മിടുക്കന്മാർ ഈ ലോകത്ത് നിന്ന് മരണം വഴിയായി മാറ്റപ്പെട്ടുവെന്നറിയാമോ? നമ്മളെക്കാൾ എത്രയോ നല്ല ആരോഗ്യമുള്ളവർ രോഗികളായി ആശുപത്രികളിൽ അഡ്മിറ്റായിട്ടുണ്ട് എന്ന് അറിയാമോ? എത്ര പേർ അപകടങ്ങളിൽ പെട്ടു എന്ന് അറിയാമോ? ഓരോ ദിവസത്തെയും മനോരമ പത്രത്തിൻ്റെ ചരമവാർത്ത നൽകുന്ന പേജ് നോക്കിയാൽ മാത്രം മതി, ഒരു ഏകദേശ രൂപം നമുക്ക് കിട്ടും. അപ്പോൾ നാം ഇന്ന് ജീവനോടെ ഇരിക്കുന്നുവെങ്കിൽ അതിന് നാം ദൈവത്തിന് നന്ദി പറയണം. ദൈവത്തിൻ്റെ കൃപയാണ്. നമ്മുടെ മിടുക്ക് കൊണ്ടൊന്നുമല്ല, നമ്മുടെ കഴിവ് കൊണ്ടുമല്ല. ദൈവത്തിന് നമ്മോട് ദയ തോന്നി നമ്മുടെ ആയുസ്സിനെ ദൈവം ദീർഘമാക്കി നൽകി നമുക്ക് പുതിയൊരു ദിവസം കാണുവാനും ആ ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയായല്ലോ എന്ന് ഓർത്തുകൊണ്ട് ദൈവത്തിന് നാം നന്ദി കരയറ്റണം. സ്തോത്രം. അപ്പോൾ സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത്, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ ദൈവത്തിന് എന്ത് പകരം കൊടുക്കും. ഈ പലരുടെയും ധാരണ, ഉപകാരം എന്ന് പറഞ്ഞാൽ എന്നെ കോടീശ്വരനാക്കിയത് കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് നല്ല ജോലി ലഭിച്ചതുകൊണ്ട്, എനിക്ക് വലിയ വീട് ലഭിച്ചതുകൊണ്ട്, സമൂഹത്തിൽ എനിക്ക് നല്ല മാന്യതയും പദവിയും ലഭിച്ചതുകൊണ്ട്, അതുകൊണ്ട് മാത്രമാണോ നാം ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത്? പ്രിയപ്പെട്ടവരെ, ദൈവം ഓരോ ദിവസവും ചെയ്യുന്ന ഉപകാരങ്ങൾ നാം ഒരു 24 മണിക്കൂറിനുള്ള ഉള്ളിലുള്ള ഓരോ കാര്യങ്ങളും മിനിറ്റുകൾ വെച്ച് രേഖപ്പെടുത്തി വെച്ചാൽ ഒരു നോട്ട് ബുക്ക് നിറയും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.
ആ ഉപകാരങ്ങളെ കൃത്യമായിട്ട് നാം മനസ്സിലാക്കിയാൽ നാം ദൈവത്തിന് നന്ദി പറഞ്ഞു പോകും. സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്ന ഒരു കാര്യവും അതിൻ്റെ 116 സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ, നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. സ്തോത്രം. പറഞ്ഞു പോകുമ്പോൾ വളരെ ലളിതമായി തോന്നാമെങ്കിലും 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിപ്രധാനമായ കാര്യങ്ങൾ സങ്കീർത്തനക്കാരൻ അവിടെ ഓർപ്പിക്കുന്നുണ്ട്. ഒന്ന്, മരണത്തിൽ നിന്ന് ദൈവം വിടുവിച്ചു, കണ്ണുനീരിനെ തുടച്ചു, അല്ലെങ്കിൽ കണ്ണുനീരുണ്ടാകാവുന്ന അനുഭവത്തിൽ നിന്ന് വിടുതൽ നൽകി. 3, വീഴ്ചയിൽ നിന്ന് രക്ഷിച്ചു. നമ്മളിൽ വാഹനം ഓടിക്കാത്ത എത്ര പേരുണ്ട്? എല്ലാവരും വാഹനം ഓടിക്കുന്നവരാണ്. 2 വീലറായാലും 4 വീലറായാലും ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ എത്രയോ അപകടങ്ങളെ നമ്മൾ മുഖാമുഖം കണ്ടിട്ടുണ്ട്. ഒരു നിസ്സാര കാര്യം മതി, ഒന്ന് കാല് തെന്നിയാൽ ആ വീഴ്ചയിൽ വലിയ ആഘാതം സംഭവിക്കാം. ചിലപ്പോൾ തലയടിച്ചു പോയാൽ മരണം വരെ സംഭവിക്കാം. എത്രയോ അങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, വീണാലും കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവം, വീഴാതെ സൂക്ഷിക്കുന്ന ഒരു ദൈവം, കണ്ണിൽ നിന്നും കണ്ണുനീർ തുടച്ചു കളയുന്ന ഒരു ദൈവം, മരണം നമ്മെ കൊണ്ടുപോകുവാൻ ഇടയാകാതെ ജീവനോട് സൂക്ഷിച്ച ദൈവം, അങ്ങനെ എത്രയോ വലിയ ഉപകാരങ്ങളാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത്. നമ്മളെ കോടീശ്വരനാക്കിയില്ലെങ്കിലും ആരോഗ്യവും സൗഖ്യവും ബലവും നൽകി ദൈവകൃപയോടെ ദൈവം നമ്മളെ കാത്തു പരിപാലിക്കുന്നല്ലോ എന്നോർത്ത് നമുക്ക് നന്ദി പറയാം. ചിലപ്പോൾ നാം ആഗ്രഹിക്കുന്ന നിലയിലുള്ള സാഹചര്യങ്ങൾ അനുകൂലമായി നമുക്ക് ലഭിച്ചില്ല എന്നിരിക്കാം. പക്ഷേ നമ്മളെക്കാൾ താഴെയുള്ള ആളുകളെക്കാൾ നാം ഒട്ടും മോശക്കാരല്ല എന്ന് നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. നാം ഒരിക്കലും മുകളിലുള്ള ആളെ നോക്കി നമ്മെ തുലനം ചെയ്യരുത്. നമ്മളെക്കാൾ എത്രയോ കഷ്ടതയിലും വേദനയിലും ബുദ്ധിമുട്ടിലും കഴിയുന്ന ധാരാളം പേർ ഈ ലോകത്തിലുണ്ട്. അവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ സാരമില്ല എന്ന് നമുക്ക് മനസ്സിലാകും. ഒരു മനുഷ്യൻ തളർന്ന് ചലിക്കാൻ കഴിയാതെ 24 മണിക്കൂറും കട്ടിലിൽ തന്നെ കിടക്കുന്ന ഒരവസ്ഥ ഓർത്ത് നോക്കിക്കാട്ടെ. ആരുടെയും സഹായമില്ലാതെ തിരിഞ്ഞു കിടക്കുവാൻ സാധ്യമല്ല. കാലിൽ ഒരു ഈച്ച വന്ന് ഇരുന്നാൽ അല്ലെങ്കിൽ ഒരു ഉറുമ്പ് വന്ന് കടിച്ചാൽ അതിനെ തൂത്തുകളയാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ കിടക്കുന്ന ഒരാളും, എന്നാൽ ചില ശാരീരിക ക്ലേശങ്ങൾ ശരീരത്തിലുണ്ടെങ്കിലും എഴുന്നേറ്റൊന്ന് നടക്കുവാനും കൈകൾ കൊണ്ട് ആ ഈച്ചയെ ഒന്ന് ഓടിക്കുവാനും ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിക്കുവാനും കഴിയുന്നുണ്ടെങ്കിൽ അതിന് ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയണം. ദൈവമാണ് നമ്മെ സൗഖ്യമാക്കുന്നതും വിടുവിക്കുന്നതും. ദൈവമാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത്. ദൈവമാണ് നമ്മളെ കാത്തു സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് ചില നന്മകൾ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഉടനെ നടന്നില്ല എങ്കിലും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ദൈവം നിശ്ചയമായും അത്ഭുതകരമായി നമ്മളെ വഴി നടത്തും. ഇന്ന് വരെ നമ്മളെ ഇത്രത്തോളം ക്ഷേമത്തോടെ വഴി നടത്തിയ ദൈവം വരും ദിവസങ്ങളിലും ഇതിനേക്കാൾ ക്ഷേമകരമായി സന്തോഷത്തോടെ അനുഗ്രഹത്തോടെ വഴി നടത്തുവാൻ വിശ്വസ്തനാണെന്ന് ഉറച്ചു വിശ്വസിക്കണം. ഒന്നുമില്ലെങ്കിൽ കഴിഞ്ഞ കാലത്തിൽ ഒരു പാപ പങ്കിലമായ ജീവിതം ഉണ്ടായിരുന്നതിൽ നിന്ന്, നിത്യമായ നരകത്തിൽ നിന്നും നമ്മുടെ പ്രാണനെ കർത്താവ് തൻ്റെ സ്വന്തം ജീവൻ നൽകി നിത്യജീവനിലേക്ക് വഴി നടത്തി ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാമല്ലോ. അതിനേക്കാൾ വലിയ ഉപകാരം എന്താണ് ഇനി ദൈവം നമുക്ക് ചെയ്യാനുള്ളത്? നമ്മളെ വലിയ ധനവാനാക്കിയില്ലെങ്കിലും വലിയ കുബേരനാക്കിയില്ലെങ്കിലും സാരമില്ല. നിത്യജീവൻ നൽകി നമ്മളെ രക്ഷിച്ചതോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അതിനേക്കാൾ വലിയ ഉപകാരമൊന്നും നമുക്കിനി ലഭിക്കുവാനില്ല. ഈ ലോകത്തിൽ ലഭിക്കുന്നതെല്ലാം നശിച്ചു പോകുന്ന നന്മകളാണ്. എന്നാൽ അതും നമുക്ക് ആവശ്യമാണ്. ഒട്ടും നിരാശപ്പെടാതെ നല്ല ഒരു ജീവിതം
ഈ ഭൂമിയിലും നൽകി തരുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ദൈവത്തിനൊന്നും അസാധ്യമല്ല. അതുകൊണ്ട് വാത്സല്യ സഹോദരങ്ങളെ, ഇതുവരെ ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. നാളെ ഇതിനേക്കാൾ വലിയ ഉപകാരങ്ങൾ ലഭിച്ചതോർത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ നമുക്ക് പിന്നെയും സാധ്യമാകും. അതുകൊണ്ട് സങ്കീർത്തനക്കാർ ഓർപ്പിച്ചതുപോലെ, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? അതെ, ദൈവത്തിന് നമുക്കൊന്നും പകരം കൊടുക്കുവാൻ സാധ്യമല്ല. പക്ഷേ നന്ദി കർത്താവേ എന്നൊന്ന് പറയുവാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ നമുക്ക് സാധിക്കും. കാരണം സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് മറ്റൊന്നും കൊടുത്ത് ദൈവത്തെ സന്തോഷിപ്പിക്കാൻ സാധ്യമല്ല. നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കാം, ദൈവത്തിന് നന്ദി പറയാം. അതുകൊണ്ട് ഇനിയും ധാരാളം നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യും. ദൈവം നമ്മളെ സഹായിക്കും. ഈ കണ്ണുനീരും ഈ പ്രയാസവും ഈ ബുദ്ധിമുട്ടും എല്ലാം മാറും. അവസ്ഥകൾക്കെല്ലാം മാറ്റം വരുത്തുവാൻ ദൈവം വിചാരിച്ചാൽ 1 സെക്കൻഡ് മാത്രം മതി. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആമേൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ എല്ലാ പ്രാർത്ഥനയും പ്രിയപ്പെട്ടവരാ നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങൾ എന്നെ അറിയിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നിരന്തരമായി. ആമേൻ. തുടർന്നും ആമേൻ നിങ്ങളുടെ വിഷയങ്ങൾക്ക് ദൈവം മറുപടി നൽകും. കർത്താവ് എല്ലാവരും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.